നമ്മളെ കുഞ്ഞാത്താൻ്റെ ഒരു മോന കാണാനില്ലാതായിട്ട് ഏകദേശം ഒരു 15 കൊല്ലം അല്ല 20 കൊല്ലത്തിൻ്റെ മേലായിട്ടുണ്ട്. അപ്പോൾ 10, 20, 30 കൊല്ലം പോലെ ആയിക്കാണ് 20 കൊല്ലത്തിൻ്റെ മേലായി കാണാതായിട്ട്. അപ്പോൾ അത് ഇതുവരെ ആയിട്ട് 15 വയസ്സ് പ്രായമുള്ളന്ന് പോയതാണ്, നാട് വിട്ടു പോയതാണ് ചെറുപ്രായത്തിൽ. ഇപ്പോൾ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടൊന്നും ഒരു വിവരം കിട്ടിയില്ല. ഏകദേശം 20, 30 കൊല്ലം പോലെ ആയിട്ട് തെരയാനാണ്. അപ്പോൾ തെരഞ്ഞ് ഇടങ്ങാറായി. പഴയ കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രായമായ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്ന് തിരയാനും കാര്യങ്ങളും അറിയില്ല. ആകെ ആ ഒരു മോൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞാത്താൻ്റെ മോൻ എവിടെയെങ്കിലും വെച്ച് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ ഉടനെ ഈ കുഞ്ഞാത്താനെ വന്ന് കണ്ട് വേണ്ട കാര്യം ചെയ്യണം. കുഞ്ഞാത്താൻ്റെ അന്വേഷണത്തിൽ ആരോ പറഞ്ഞ് കേട്ടിക്കണ് ആൾ ജീവിച്ചിരിപ്പുണ്ട്, കുട്ടികളും മക്കളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ഉമ്മാക്ക് വേറെ ആരുമില്ല. ആ ഒരു പെരയും സ്ഥലമൊക്കെ ആയിട്ട് മോനെ കാത്ത് കുത്തർക്കാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് വരണം കേട്ടാ. ഞാൻ ബാക്കി കുഞ്ഞാത്ത നേരിട്ട് പറയും. ഇത്രയും കാലമായി, 10, 30 കൊല്ലത്തിൻ്റെ മേലായി. കുറേ ഞാൻ പിന്നെ പെങ്ങന്മാരെടുത്തും മുറിയന്മാരെടുത്തൊക്കെ കേൾക്കുന്നവർക്കൊക്കെ പോകും. ചിലവർ പറയും ആയാട്ടുണ്ട്, ചിലവർ പറയും മുതൽ സംബന്ധിച്ച് കുട്ടീനെ നാട് കട്ടിയതാണ്, വഞ്ചിച്ചതാണ്, ആളുണ്ടെന്ന് പറയും. അങ്ങനെ പിന്നെ ഞാനത് പൂർണ്ണമായിട്ട് പിന്നെ അങ്ങനെ ആരെയും കേൾക്കുമ്പോൾ അങ്ങനെയും പോകും. അങ്ങനെ പിന്നെ അമ്പേരക്കന്മാർക്ക് ദാനം ധർമ്മം നേർച്ചും ചെയ്തു. പിന്നെ കുഞ്ഞുണ്ട്, കുട്ടികളുണ്ടെന്ന് ചിലവർ പറയും. ഈ ഭാര്യ കുട്ടികളുണ്ടെങ്കിൽ പോന്നോട്ടെ, മതി കരുതണ്ട. ഞാൻ വേറെ പൊന്നു പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്യ നാട്ടിൽ പോയി എവിടെയെങ്കിലും ആയി ആരാ പൊതിയിലും പൊട്ട് പെണ്ണായി കുട്ടികളായി അമ്മ വന്നോട്ടെ, അതിന് കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നമ്മളെ മോനൊന്ന് കണ്ടാൽ മതി. അതെ. അപ്പൊ അതുകൊണ്ട് ഈ ഉമ്മ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ആ മോൻ എന്തെങ്കിലും മറക്കണ്ട. പന്തരങ്ങാടിയാണ് 16 തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ 16 പന്തരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് ആള് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കുഞ്ഞാത്ത് വാപ്പാവൂ. എന്താണ് പേര് പറഞ്ഞത്? ഔറു അല്ലേ? ബാപ്പയും പൂച്ചങ്ങൾ കുന്നത്തി തന്നെയാണ്, ഇമ്മയും പൂച്ചങ്ങൾ കുന്നത്തി തന്നെയാണ്, മോനും പൂച്ചങ്ങൾ കുന്നത്തി തന്നെയാണ്. അപ്പൊ മോൻ കേൾക്കേണ്ട കാര്യം വെച്ചാൽ ഉമ്മക്ക് ഇത്രയും പ്രായമായിക്കണ്, ഇത്രയും കാലം ഉമ്മ അന്നം കാത്തിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാലം കഴിച്ചതിന് മുമ്പ് വന്നുകാണ്ട് കണ്ടുകാണ്ട് എന്താണ് സംഗതി എന്നുള്ളതൊക്കെ അവതരിപ്പിച്ച് വേദന പോരാടില്ല. അപ്പോൾ ഒരു മനുഷ്യൻ വേറെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മോൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടാൽ ഉമ്മാനെ വന്ന് കാണുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ആ മോൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് പരമാവധി ഷെയർ ചെയ്യണം. അങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ആ മോനും പേരക്കുട്ടികളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ വരാണ്ടെന്നുണ്ടെങ്കിൽ വന്നുകാണ്ട് ഈ ഉമ്മാനെ കണ്ട് ഉമ്മാൻ്റെ സങ്കടങ്ങൾ തീർക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാം. അതന്നെ എനിക്കും പറയാനുള്ളത്. എല്ലാവരും കാണുന്നവരൊക്കെ പല നിൽക്കും എല്ലാവർക്കും കുഞ്ഞി പോലുള്ള വിധം അറിയിക്കുക. ഓക്കെ.